ഹലോ. അപ്പോൾ സ്കൂൾ തുറക്കാറായല്ലേ. ഞാനാണെങ്കിൽ ഇട്ടൊന്ന് ബുക്കുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നിട്ട് പോയിട്ടോ ബുക്കുകളൊക്കെ വാങ്ങിയത്. അവനെ കൂട്ടി തന്നെ പോയിട്ട് വാങ്ങുന്നത് നല്ലതാണ്. അപ്പം മൂപ്പരാൾക്കാണെങ്കിൽ ഭയങ്കര സെലക്റ്റീവാണ്. അപ്പോൾ അതൊക്കെ അവനെ നോക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ നോക്കുമ്പോൾ മഴ ആയതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ലൈറ്റൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. ഈവനിങ് ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം ഞാൻ പിന്നെ അടച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ ബട്ടർ ചിക്കനോടുള്ളൊരു സ്നേഹം തുടങ്ങിയിട്ട് അത് കഴിക്കണം എന്ന്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പുറത്തുനിന്ന് വാങ്ങി ഭയങ്കര കൊതിയായതുകൊണ്ട്, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന്. അപ്പം ഞാനൊന്ന് അത് ഉണ്ടാക്കാൻ നിന്നു. വീടിൻ്റെ ഷിഫ്റ്റിംഗ് നടക്കണ കാരണം അമ്മയും കുട്ടുവും എല്ലാവരും ഭയങ്കര അതിൻ്റെ പണിയിലാണ്. അപ്പം ഞാൻ ബട്ടർ ചിക്കനുള്ള യജ്ഞം ഏറ്റെടുത്ത് ബാക്കിയുള്ളവർക്ക് ക്ലീൻ ആക്കാൻ കൊടുത്തു. അതാണ് നല്ലത്, നമുക്ക് എല്ലാവർക്കും, എനിക്കും നല്ലത്. അങ്ങനെ ലിയോനെ ഞാൻ ഇന്ന് വൈകുന്നേരം കേട്ടോ കൊണ്ടുവന്നത്. അവനിപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല, കാരണം ഫുള്ള് ഷിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുക. അപ്പോൾ ലിയോനെ ഞങ്ങൾ കിട്ടിയിട്ടു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബട്ടർ ചിക്കനൊക്കെ റെഡി ആക്കി കേട്ടോ. സംഭവം ഞാൻ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഇഡ്ഡലി ഇന്ന് രാവിലത്തെ ഉണ്ടായിരുന്നു, അതും പൊറോട്ടയും ബട്ടർ ചിക്കനും കൂടിയിട്ടാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു, എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ ബട്ടർ ചിക്കൻ മാത്രമായിട്ട് റെസിപ്പി ഇടാം കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു, ലുട്ടും എല്ലാവരും കഴിച്ചു. രാത്രി ഒരു 12 മണിയാവാറാണ് കേട്ടോ കിടന്നപ്പോൾ, ഷിഫ്റ്റിംഗ് ഉള്ള കാരണം. അങ്ങനെ പുതിയ വീട്ടിലെ ഈ കണ്ണാടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.